ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒറ്റ മിനിറ്റ് ഞങ്ങൾ ഫുൾ ഫാമിലി ഒരു ട്രിപ്പ് പോവാട്ടോ. എങ്ങോട്ടാന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലാണ്. എങ്ങോട്ടാന്ന് ഞാൻ ചെന്ന് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പൊ സ്റ്റേ ട്യൂൺഡ്. ബൈ. ഞാൻ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നിലവിൽ നമ്മൾ ബുക്ക് ചെയ്ത റൂമിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോൾ റൂം ഈ കാണുന്ന കേട്ടോ റൂം ഞാൻ ഫുൾ കാണിച്ചു തരാം. എൻ്റെ അനിയനുണ്ട്, പിന്നെ അനിയത്തി ഫ്രഷ് ആവാനായിട്ട് കയറിയിട്ടുണ്ട്. അമ്മയപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയേക്കോ കേട്ടോ. അപ്പോൾ ഞാൻ റൂം ഫുള്ളായിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് റൂം കണ്ടല്ലോ, വായോ. ഇതാട്ടോ നമ്മുടെ റൂം. നല്ലൊരു അടിപൊളി ബെഡ്. ഓക്കെ, എനിക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ റൂമിൻ്റെ TV ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മിററുണ്ട്, ചെറിയൊരു ടേബിൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ റിസോർട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത ഒരു കുപ്പി വെള്ളമുണ്ട്, 2 ഗ്ലാസ് ഉണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ 2 ചെയർസിൻ്റെ ഇത് കണ്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ 2 സൈഡിലായിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി ടേബിൾ പോലത്തെ, ടേബിളല്ല കുട്ടി കുട്ടി ഇത് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറത്തോട്ടുള്ള വ്യൂ കാണിച്ചുതരാം കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 5:58 6 മണിയായിട്ടുണ്ട് കേട്ടോ. ഇതാണേ പുറത്തത്തെ വ്യൂ. ഇത് നമുക്ക് ഒരു കബോർഡ് ഉള്ളതാണ് ഇവിടെ ചെറിയ ചെറിയ ഐറ്റംസ് വയ്ക്കാം, ലൈക്ക് ബാഗും അങ്ങനത്തെ ഒക്കെ, നമ്മുടെ സൈഡ് ബാഗും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. ഒരു 4 ചെറിയ ചെറിയ കള്ളി പോലെ ഉണ്ട്. ഇവിടെ വന്നിട്ട് അത്യാവശ്യം നല്ല സ്പേസ്, നമുക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഇവിടെ തൂക്കിയിടാം. പിന്നെ നമ്മുടെ വലിയ ബാഗൊക്കെ ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ബാത്റൂം കാണിച്ചിരപ്പാ. ഇതാട്ടോ നമ്മുടെ ബാത്റൂം. അത്യാവശ്യം ഐറ്റംസ് ഇവിടെ കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ഷേവിങ് കിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡെൻ്റൽ കിറ്റ്, നമ്മുടെ ബ്രഷ്, പേസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ചെറിയൊരു സോപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു ഷവർ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ തല തേക്കാൻ ഒരു ഷാമ്പു. ഇത്ര സാധനം കേട്ടോ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാത്റൂം സ്പേസ്. നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റൂളുണ്ട്. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ മിററിൽ നോക്കി നന്നായിട്ടൊക്കെ ഒന്നും ഇരിക്കണം കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ റൂം വന്നിട്ട്. മധുര മീനാക്ഷി ടെമ്പിളിൽ നമ്മൾ പോകാട്ടോ. അതെ, നമ്മൾ പോകുന്നത് ഇന്ന് മധുരയിലുള്ള മീനാക്ഷി ടെമ്പിളിലാട്ടോ. കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അവിടെ പോകണമെന്നുള്ളത്. തലേന്ന് വരെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. ഞായറാഴ്ച പെട്ടെന്ന് ഒന്ന് പപ്പ പറഞ്ഞു, എന്നാൽ മധുര വരെ പോകാൻ വേഗം റെഡി ആയിക്കോളെ. പെട്ടെന്നുള്ള പറച്ചിലായതുകൊണ്ട് വേഗം ഒരുങ്ങി നേരത്തെ പോകാൻ തോന്നി. അതുകൊണ്ട് തന്നെ കിട്ടിയതെല്ലാം അവിടുന്ന് ഇവിടുന്ന് വലിച്ചു വാരിയാട്ടോ നമ്മൾ പാക്ക് ചെയ്ത് ഇറങ്ങിയത്. മധുരയിൽ ഈവനിങ് ആയപ്പോൾ തന്നെ നമ്മളിവിടെ എത്തി. പെട്ടെന്ന് തന്നെ കുളിച്ച് ഒരുങ്ങി നമ്മളെല്ലാം അമ്പലത്തിലോട്ട് പോകാം. അമ്പലത്തിലേക്ക് 1 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മൾ ഓട്ടോയിൽ കയറിയാട്ടോ അമ്പലത്തിലെത്തിയത്. ഓട്ടോ ഇരിക്കുന്ന സീറ്റിന്റെ പുറകിൽ 2 സീറ്റ് ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങളെല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടോ ഇരുന്ന് വന്നേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി വന്നേ. അങ്ങോട്ടേക്ക് ഫോണൊന്നും അലോഡ് അല്ലായിരുന്നു. അതുകൊണ്ടാട്ടോ ബാക്കി ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാണ്ടിരുന്നത്. അമ്പലത്തോട് ചേർന്ന് തന്നെ ഒരു ഓഫീസ് റൂം ഉണ്ട്. അവിടെയാട്ടോ നമ്മൾ ചെരുപ്പും ബാഗും അതുപോലെ തന്നെ ഫോണൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വലിയ ക്യൂ നിന്നിട്ടാട്ടോ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിയത്. മോട്ടവും കുട്ടും ആദ്യമായിട്ടാട്ടോ അമ്പലത്തിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ ഒന്നും കഴിച്ചില്ലായിരുന്നു. നേരെ അമ്പലത്തിലോട്ട് കയറിയതുകൊണ്ട് തന്നെ ആ വലിയ ക്യൂ നിന്നപ്പോൾ തന്നെ പിള്ളേർ രണ്ടും മടുത്തു. അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ സ്റ്റാളുകളുണ്ട്. അവിടെ ലഡും ഈ പുളിയുള്ള റൈസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളും പൈസ കൊടുത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറെ നടന്ന് മടുത്ത് നമ്മൾ അമ്പലത്തിന്റെ പുറത്തെത്തി. നല്ല ദാഹം ആയതുകൊണ്ട് എന്തെങ്കിലും കുടിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഫേമസ് ആയിട്ട് ജിഗർദണ്ട എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടായിരുന്നേ. ഞാനത് കുടിച്ചു. ബാക്കി എല്ലാവരും ഫ്രഷ് ലൈം ആട്ടോ കുടിച്ചേ. പക്ഷെ നല്ലതായിരുന്നു. കടയുടെ അടുത്ത് തന്നെ ആയിട്ട് ഒരു കുപ്പിവളക്കട ഉണ്ടായിരുന്നേ. അപ്പൊ ഞാനൊരു സെറ്റ് കുപ്പിവളയും വാങ്ങിച്ച് ഇങ്ങ് പോകുന്നു. അമ്പലത്തിന്റെ അടുത്തായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ കയറിയത്. കഴിക്കാനായിട്ട് അമ്മയും പിള്ളേരും ഇഡ്ഡലി ഓർഡർ ചെയ്തു. ഞാനും പപ്പ ബട്ടർ നാനും ഓർഡർ ചെയ്തേ. അങ്ങനെ ഞങ്ങളുടെ ബട്ടർ നാൻ വന്നു. പക്ഷെ അമ്മയുടെ ഒന്നും ഇഡ്ഡലി ഒന്നും വന്നില്ല. അവസാനം ഇഡ്ഡലി നമ്മൾ ക്യാൻസൽ ചെയ്തു. ഭയങ്കര പൈസയായിരുന്നു, ഭയങ്കര ലാഗും. അങ്ങനെ നമ്മൾ പൈസ എല്ലാം കൊടുത്ത് തിരിച്ച് നമ്മൾ റൂമിലോട്ട് ഒരു ഓട്ടോ വിളിച്ച് കയറി കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പോലെ കിട്ടിയ ഒരു ഓട്ടോ അല്ലായിരുന്നു കേട്ടോ. അകത്തോട്ട് സീറ്റിലായിരുന്നു. കാരണം ഭയങ്കര ഇടുങ്ങി തങ്ങിയാട്ടോ നമ്മളിവിടെ വന്ന് ഇറങ്ങി. ഞാൻ ഫ്രഷായി സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും കിടന്നു. അതുകൊണ്ടാട്ടോ ഞാൻ സ്കിൻ കെയർ വീഡിയോ കാണിക്കാണ്ടിരുന്നേ. അപ്പം ബാക്കി വിശേഷങ്ങൾ നാളെ. അപ്പോൾ കിടന്നുറങ്ങാൻ പോകാട്ടോ. ഗുഡ് നൈറ്റ്, ബൈ.
അങ്ങനെ നമ്മൾ താമസിച്ചെടുത്തുനിന്ന് നമ്മൾ ചെക്കൗട്ട് ആക്കി രാവിലെ ഇറങ്ങി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലോട്ടാണ് ചെന്ന് കയറി കൊടുത്തത്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല സർവീസും ആയിരുന്നു, ഫുഡും കൊള്ളായിരുന്നു, നമ്മളധികം ലാഗും എടുപ്പിച്ചില്ല. ഫുഡ് ഓർഡർ ചെയ്ത് ഒരു 10 മിനിറ്റ് തികയുന്നതിനുള്ളിൽ തന്നെ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് ടേബിളിൽ കിട്ടിയിട്ടോ. ഞാനും കൂട്ടും ഓർഡർ ചെയ്തത് പൊങ്കലായിരുന്നു. ഞാനൊരു പൊങ്കൽ ഫാൻ ആട്ടോ ഗൈസ്. അമ്മയും പപ്പയും മോട്ടും ഓർഡർ ചെയ്തത് പൂരി മസാലയായിരുന്നു. പൊങ്കലിന്റെ കൂട്ടത്തിൽ തേങ്ങാ ചട്നിയും സാമ്പാറും പിന്നെ കേസരിയും കിട്ടി കേട്ടോ. പിന്നെ കുടിക്കാനായിട്ട് ഒരു ബൂസ്റ്റ് മിൽക്കും കൂടെ ഓർഡർ ചെയ്തായിരുന്നേ. എനിക്ക് തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് കോഫിയും ബൂസ്റ്റൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ എന്നാൽ കൂടി ഞാൻ കേരളത്തിൽ ഒരു സാധനവും പാലൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ചു പോലും കുടിക്കത്തില്ലാത്ത ആളാണ്. അങ്ങനെ തിരിച്ച് നമ്മുടെ യാത്ര വീട്ടിലോട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.